ദൈവത്തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ തിരുവചന പഠനത്തിനായിട്ട് നമുക്ക് വീണ്ടും ചേർന്ന് വരുവാൻ തക്കവണ്ണം ലഭിച്ച സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനപഠന സീരീസിൽ അന്ത്യോക്യ സഭയെക്കുറിച്ചുള്ള പഠനമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആധുനിക സഭകൾക്ക് ഒരു മാതൃക അന്ത്യോക്യ സഭ. ഇതതിൻ്റെ 4ാമത്തെ സെഷനാണ്. ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ആദിമ നൂറ്റാണ്ടിൽ രൂപം കൊണ്ട സഭകൾ, സഭ പണിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കണ്ടു. അതിൻ്റെ സഭയുടെ വളർച്ച, സഭയിൽ വളർന്നു വന്ന സഭയിൽ നടന്ന മാനുഷികമായ കൈകടത്തലുകൾ, അത് പോപ്പായ സഭകളായി അല്ലെങ്കിൽ മതങ്ങളായിട്ട് മാറ്റപ്പെട്ടു. തുടർന്നുണ്ടായ നവീകരണം, അത് നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തു സഭയോടുള്ള ബന്ധത്തിൽ പ്രബോധിപ്പിച്ച ചില വസ്തുതകൾ നമ്മൾ കണ്ടു. അതുപോലെ ആധുനിക സഭകളിൽ കണ്ടുവരുന്ന വചനാനുസരണമല്ലാത്ത ചില പ്രവണതകൾ, അത് അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. 2ാമത്തെ ക്ലാസ്സിൽ പ്രാദേശിക സഭയുടെ ഉത്ഭവവും വളർച്ചയും, അതോടുള്ള ബന്ധത്തിൽ തന്നെ വേർപാട് സഭ, അത് ബ്രദറൻ സഭയുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ അല്പമായിട്ട് ചിന്തിക്കൂ. അന്ത്യോക്യ പട്ടണത്തിന്റെ ചരിത്രം അല്പമായിട്ട് കാണുവാൻ തക്കവണ്ണിടയായി. അതുപോലെ അന്ത്യോക്യ സഭയുടെ രൂപീകരണവും നമ്മൾ 2ാമത്തെ സെഷനിൽ ചിന്തിച്ചു. കഴിഞ്ഞ ലാസ്റ്റ് സെഷനിൽ അന്ത്യോക്യ സഭയുടെ വളർച്ചയും അതിൻ്റെ 7 സവിശേഷതകളാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിച്ചത്. അതിൽ 1ാമത്തെ സവിശേഷത നമ്മൾ കണ്ടു, ദൈവ കൃപ പ്രാപിച്ച സഭ. അന്ത്യോക്യ സഭ ദൈവകൃപ പ്രാപിച്ച സഭയായിരുന്നു. ദൈവകൃപയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, സഭയിൽ എങ്ങനെ ദൈവകൃപ വ്യാപിക്കണം, വ്യക്തികളിൽ അത് എപ്രകാരം പ്രതിഫലിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അല്പം വിശദമായിട്ട് ചിന്തിച്ചു. അതിൻ്റെ 2ാമത്തെ സവിശേഷത, അന്ത്യോക്യ സഭയുടെ 2ാമത്തെ സവിശേഷത, അപ്പോസ്തല പ്രവൃത്തികൾ 13ാമത്തെ അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ നിന്നുള്ള അല്പഭാഗമാണ് ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13ാമത്തെ അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യം. അന്ത്യോക്യയിലെ സഭയിൽ 2ാമത്തെ വാക്യം. ഓക്കെ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പഠന വിഷയം. അന്ത്യോക്യ സഭയെ കുറിച്ചാണ്. അവിടെ ഉണ്ടായിരുന്ന ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം അവരുടെ ആ സഭയിൽ ഉണ്ടായ 2 പ്രത്യേകതകൾ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. അവർ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്നു. ദേ വെയർ വർഷിപ്പിംഗ് ദ ലോർഡ്. സഭ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കുക എന്നുള്ളത് ആ സഭയുടെ ഒരു പ്രത്യേകതയായിരുന്നു, അന്ത്യോക്യ സഭയുടെ. അതുകൊണ്ടാണല്ലോ അവിടെ അങ്ങനെ എടുത്തു പറയുവാൻ തക്കവണ്ണം ഇടയായത്. 11:26 നാം ആദ്യത്തെ ക്ലാസ്സിലും തുടർന്നുള്ള ചില ക്ലാസ്സുകളിലും കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ പരാമർശിച്ച ഒരു ഭാഗമാണ് അന്ത്യോക്യ സഭയെക്കുറിച്ച് പറഞ്ഞത്. അവർ 1 സംവത്സരത്തോളം മുഴുവനും, അന്ത്യോക്യ സഭയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. അവർ 1 സംവത്സരത്തോളം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ഈ സഭായോഗങ്ങളോട് അനുബന്ധിച്ച് തന്നെ ആരാധനയും നടന്നിരുന്നു എന്നാണ് നമുക്ക് ഈ അന്ത്യോക്യ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവർ കൂടി വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും അവർ സമയം കണ്ടെത്തിയിരുന്നു. പൗലോസ്, ബർന്നബാസ് എന്നിവർ ഉൾപ്പെടെ അന്ത്യോക്യ സഭ ഒന്നാകെ അവിടെ കൂടി വന്നു, സഭായോഗങ്ങളിൽ കൂടി വന്നു. സഭായോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. സഭായോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? സഭായോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സഭ വിളിച്ചു ചേർക്കപ്പെടുന്ന എല്ലാ യോഗങ്ങളും സഭായോഗങ്ങളാണ്.
അല്ലേ? അങ്ങനെയാണ്. സഭ വിളിച്ചു ചേർക്കപ്പെടുന്ന എല്ലാ യോഗങ്ങളും സഭായോഗങ്ങളാണ്. അപ്പോൾ ഈ സഭായോഗങ്ങളിൽ അവർ ഇങ്ങനെ സഭായോഗങ്ങൾ അനുസ്യൂതം ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ആ യോഗങ്ങളിൽ ആരാധന ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, ഉപവാസമുണ്ടായിരുന്നു. അതിൽ ആരാധന എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്കിന്ന് ചിന്തിപ്പാനായിട്ട് കഴിയേണ്ടത്. 1-ാം നൂറ്റാണ്ടില് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ അപ്പോസ്തലന്മാരോട് ചേർന്ന് അവരോട് ചേർന്നു എന്ന് കാണുന്നുണ്ട്. ആ അവരോട് ചേർന്നവർ വേർപെട്ട് അവരോട് ചേർന്നവർ വേർപെട്ട് വന്നവർ തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്ന 4 കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറയുന്നതാണല്ലോ. ക്രമാനുഗതമായി കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി എന്നുള്ള പ്രയോഗം. അപ്പോൾ അവർ ചെയ്തു വന്നിരുന്ന 4 കാര്യങ്ങളുണ്ട്. അത് ആത്മീകമായി ഉപദേശം പഠിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചുകൊണ്ടേയിരിക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക, കൂട്ടായ്മ ആചരിച്ചു കൊണ്ടേയിരിക്കുക, ഒരുമിച്ച് ഭക്ഷിക്കുക, പരസ്പരം പ്രബോധിപ്പിക്കുക, പരസ്പരം സങ്കീർത്തനങ്ങളാൽ പാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ അപ്പം നുറുക്കാൻ അവര് കൂടി വന്നിരുന്നു, അനുസ്യൂതം കൂടി വന്നിരുന്നു, തുടർമാനമായി കൂടി വന്നിരുന്നു. നമ്മൾ ഇന്ന് അപ്പം നുറുക്കാനായിട്ട് കൂടി വരുമ്പോൾ ആരാധനയും കൂടെ അതിൽ ഉൾപ്പെടുത്താറുണ്ട്. ആരാധിച്ചുകൊണ്ടാണ് നമ്മൾ കർത്തൃമേശ ആചരിക്കുന്നത്. അതുപോലെ 4-മത് അവിടെ പറയുന്ന കാര്യമാണ് പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ കൂടി പ്രാർത്ഥിച്ചും പോന്നു, പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആരാധിച്ചുകൊണ്ടിരുന്നു. ഈ പ്രയോഗത്തില് നമുക്ക് മനസ്സിലാക്കാം അവർ സഭയായി കൂടി വരുമ്പോൾ ആരാധന അവരുടെ മധ്യേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സഭായോഗങ്ങൾ ഉത്സാഹപൂർവം നടത്തിയിരുന്ന ഒരു സഭയാണ് അന്ത്യോക്യ സഭ. അതില് പ്രധാനമായിട്ടും അവർ ഈ ആരാധന എന്നുള്ളത് ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ആരാധനയ്ക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണെങ്കിൽ അല്പമായിട്ട് അതിനെ വിശദീകരിച്ചു പോകാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ആരാധനയ്ക്ക് ഇത്ര പ്രാധാന്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ. കാരണം ദൈവം എന്നത് സകലത്തിൻ്റെയും സൃഷ്ടാവാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. ആ ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യവർഗം ഒന്നാകെ കടപ്പെട്ടിരിക്കുന്നു. ആരാധന ആവശ്യകതയുടെ 1-മത്തെ അടിസ്ഥാന കാരണം ഇത് തന്നെയാണ്. ആരാധന എന്ന് പറയുമ്പോൾ അതിലൂടെ നാം നിർവഹിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക എന്ന് പറയുന്നതാണ്. നന്ദി കരേറ്റുക, അതും ആരാധനയിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യർ ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഇരിക്കുന്നു എന്നുള്ളത് മാനുഷികമായ അവരുടെ പരാജയമാണ്. ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ അത് ചെയ്യുന്നില്ല എന്നുള്ളത് മാനുഷികമായ പരാജയമാണ്. റോമർക്കെഴുതിയ ലേഖനം 1-മത്തെ അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയും 25-മത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. 1-21 ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അപ്പോൾ ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നത് വ്യർത്ഥമായ ഒരു കാര്യമാണ്, ജീവിതമാണ്. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം, അതാണ് അവിടെ പറയുന്നത്. ആരാധിക്കാത്തവരുടെ, ദൈവത്തെ യഥാർത്ഥമായിട്ട് ആരാധിക്കാത്തവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനവും ഒക്കെ കൊടുക്കാതെ മനുഷ്യൻ ജീവിക്കുന്നത്, അവൻ എത്ര ജ്ഞാനിയായാലും അവൻ മൂഢരാണ്, വിവേകമില്ലാത്തവരാണ്. അവരുടെ ഹൃദയം ഇരുണ്ടുപോയിരിക്കുന്നു. ഇത് പൊതുവെയുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നിട്ട് അവിടെ തുടർന്ന് വായിക്കുന്നുണ്ടല്ലോ, അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി,
എന്നിവയുടെ സദൃശ്യമാക്കി മാറ്റുന്നു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുന്നു. ഇതാണ് മനുഷ്യരുടെ ഇരുണ്ട ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവണതകൾ. സൃഷ്ടിച്ചവനെ അവർക്ക് വേണ്ട, സൃഷ്ടാവിനെ അവർക്ക് വേണ്ട, സൃഷ്ടിയെ ആരാധിക്കുന്ന ആ ഒരു പ്രവണത, അത് ഇരുണ്ട ഹൃദയത്തിൽ നിന്നും സാത്താന്യ ഉപദേശങ്ങളിൽ നിന്നും സാത്താന്യ പ്രേരണയിൽ നിന്നും ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ പല ഭാഗങ്ങളിലും വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നിന്റെ വിഗ്രഹവും മനുഷ്യനുണ്ടാക്കുവാനായിട്ട് പാടില്ല. ദൈവമെന്ന് പറഞ്ഞ് ഒരു കാര്യത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് പാടില്ല. പറ്റുമോ? ദൈവത്തിന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും നമസ്കരിക്കുന്നതിനെ കുറിച്ചും ധാരാളം തിരുവചനത്തിലെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ അവനെ പോലെ ആകുന്നു, ആ വിഗ്രഹത്തെ പോലെ ആകുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. 5:37 യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട ഒരു മനുഷ്യനുമില്ല. അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അത്ര ബലഹീനമാണ് നമ്മുടെ ശരീരം. അതാണ് ദൈവത്തിന്റെ വലിയ പ്രത്യേകത. എന്നാൽ എങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുന്നു എന്ന് ചോദിച്ചാൽ, പുത്രനായ ദൈവത്തിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അത് പ്രധാനമായിട്ടും പറയുന്നത് അത് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം സൃഷ്ടാവാണ്, സകലത്തിന്റെയും നിയന്ത്രിതാവാണ്, പരിപാലകനാണ്. ആ നിലകളിലെല്ലാം ദൈവം ആരാധ്യനാണ്. അതിലുപരി നമുക്ക് അറിയാം, ദൈവം ആരാധന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആർക്കും ഒഴിച്ചു നിർത്തുവാനായിട്ട് കഴിയുകയില്ല. അവിശ്വാസികൾക്ക് പോലും അങ്ങനെ ഒഴിച്ചു നിർത്താനായിട്ട് കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വാസികളായ നമുക്ക് എത്രത്തോളം നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം മൊത്തം 11 വാക്യങ്ങളാണ് ഉള്ളത്. ആ 11 വാക്യങ്ങളിലും എന്താ കാണുന്നത്? ദൈവത്തെ ആരാധിക്കുന്നതാണ്. സ്വർഗത്തിലെ ആരാധനയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. 4-ാമത്തെ അധ്യായം മൊത്തമായിട്ട് അവിടെ കാണുന്നതാണ്. അതിന്റെ 11-ാമത്തെ വാക്യം മാത്രം ഞാനൊന്ന് പരാമർശിക്കട്ടെ. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിലിടും. സ്വർഗത്തിലെ ആരാധന നോക്കിയേ. അവിടെ ആരാധിക്കുന്നത് എന്താ? നീ സൃഷ്ടാവാണ്, നീ മഹത്വവും ബഹുമാനവും ഒക്കെ അണിഞ്ഞവനാണ്. അവിടെയും ദൈവത്തിന്റെ സൃഷ്ടി, എല്ലാവിധമായ സൃഷ്ടിയെയും എടുത്തു പറഞ്ഞുകൊണ്ട് മൂപ്പന്മാരും ജീവികളും ദൂതന്മാരും നിരന്തരം ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. നീ സൃഷ്ടാവായതുകൊണ്ട്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് കൊണ്ട്, പരിപാലിക്കുന്നത് കൊണ്ട് നീ ആരാധനയ്ക്ക് നീ മാത്രം, അങ്ങ് മാത്രം യോഗ്യൻ, അങ്ങ് മാത്രം യോഗ്യൻ. ഇത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ, ഇതിലുപരിയായി ദൈവത്തെ എത്രയോ ഹൃദ്യമായി ആരാധിക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിലൂടെ നമുക്ക് ദൈവവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ മനുഷ്യരെ പോലെ അല്ല നാം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ എത്രയോ ഉപരിയായി സ്വർഗത്തിൽ നടക്കുന്ന ആരാധന പോലെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ, സഭയിൽ ഒക്കെ ആരാധന നടക്കേണ്ട ആവശ്യമുണ്ട്. നാം ആരാധിക്കണം. ദൈവം നമ്മോട് കാണിച്ച കൃപ, കരുണ, ദയ, വീണ്ടെടുപ്പ്, നിത്യജീവൻ, ഒരു ഭാഗത്ത് പറഞ്ഞ സ്നേഹസ്വരൂപന്റെ രാജ്യത്തിൽ നമ്മെ
ആക്കി വെച്ചിരിക്കുന്നു, ഇരുത്തിയിരിക്കുന്നു, ആക്കി വെച്ചിരിക്കുന്നു. ഇതെല്ലാം ഓർത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ എല്ലാ ഭാഗ്യങ്ങൾ അതൊക്കെ നമ്മളൊന്ന് ധ്യാനിച്ചാൽ, അതൊക്കെ ഒന്ന് ഓർത്താൽ നമുക്ക് ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കാനായിട്ട് കഴിയും? നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് പിതാവാം ദൈവത്തോട് ബഹുമാനം വേണം, ആദരവ് വേണം, കൃതജ്ഞതയുള്ളവരായിരിക്കണം. നമ്മെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മക്കളെന്നുള്ള തരത്തിൽ മാത്രമല്ല, ദൈവത്തിനായിട്ട് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ആ അറിവ് നമ്മെ എപ്പോഴും ഭരിക്കണം. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ്. ആ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നത് പൊന്നും വെള്ളിയും മുതലായ അഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിലെ വസ്തുക്കളെ കൊണ്ടല്ല, അതിലുപരി അമൂല്യവും ആർക്കും വില വയ്ക്കുവാൻ കഴിയാത്ത ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ. വിലയേറിയ രക്തമെന്ന് പറഞ്ഞാൽ അതിന് വില മതിപ്പാനായിട്ട് കഴിയുകയില്ല. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എങ്കിൽ നാം ദൈവത്തെ എത്രമാത്രം ഹൃദ്യമായി ആരാധിക്കേണ്ടതാണ്. അതിലുപരി കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 19-20 വാക്യങ്ങളില് നമ്മൾ കാണുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നമ്മൾ നമുക്കുള്ളവരല്ല, നാം ദൈവത്തിൻ്റെതാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ്. ശരീരം, നമ്മുടെ പ്രാണനും ദേഹവും ദേഹിയും എല്ലാം ദൈവത്തിൻ്റെതാണ്. ഈ അറിവ് നമ്മെ ഭരിക്കണം. 6:20 നാം കാണുന്നുണ്ട്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ, ആരാധിക്കുവിൻ, മഹത്വപ്പെടുത്തുവിൻ. ഇപ്രകാരം ദൈവത്തിന്റെ കൃപ പ്രാപിച്ച വിശ്വാസികൾ ദൈവത്തെ ആരാധിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ആരാധന എന്താണെന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നുള്ളത് എന്താ ആരാധന എന്നുള്ളത്. നാം ആരാധിപ്പാൻ നമ്മുടെ ജീവിതം എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവത്തോട് ബഹുമാനവും നന്ദിയും നമ്മൾ ഉള്ളവരായിരിക്കണം. ഈ നന്ദി പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാ? നന്ദി ഉണ്ടെങ്കിൽ ഈ നന്ദി പ്രകടിപ്പിക്കാനായിട്ട് എന്താ മാർഗം നമുക്കുള്ളത്? ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കുള്ള എന്തെങ്കിലും കൊണ്ടു കൊടുക്കുന്നത് ആണോ? അത് കൊടുത്താൽ എന്തായി? ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണോ? ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഒരു മെഴുകുതിരി കൊണ്ടുവച്ചാൽ എന്തായി? എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നത്? അത് എങ്ങനെ നന്ദി കരേറ്റുവാൻ കഴിയുന്നത്? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി, സ്തോത്രം, ബഹുമാനം, മാനം, പുകഴ്ച, ഇതൊക്കെ ഇതിലൂടെ ആരാധന, ചുരുക്കം പറഞ്ഞാൽ ആരാധനയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് കഴിയുകയുള്ളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. വേറെ ഒരു ഉപാധിയുമില്ല. നമുക്ക് ലഭിച്ച നന്മകൾക്ക്, ഉപകാരങ്ങൾക്ക്, ഭൗതികമായിക്കോട്ടെ അത് ആത്മീകമായിക്കോട്ടെ, ഏത് തന്നെയായാലും അതിന് നന്ദി പറയുവാൻ ഒരേ ഒരു ഉപാധി, അതെന്താണ്? ആരാധന. ആരാധനയില്ലാതെ നമുക്ക് ദൈവത്തിനോട് ഒരിക്കലും നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. നമ്മൾ പറയുന്നു, പലയിടത്തും വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണല്ലോ ആകുന്നുവല്ലോ. അവൻ മഹാദൈവമാണ്. അതിനപ്പുറം ഒരു വാക്കൊന്നും പറയാനായിട്ട് ലേഖകനില്ല. അതുകൊണ്ടാണ് മഹാദൈവമാണ്. എന്നാൽ ആ മഹാദൈവം എന്തായി തീർന്നു? നമ്മുടെ രക്ഷിതാവായി തീർന്നു. പ്രിയമുള്ളവരെ, നാം എന്തുമാത്രം ദൈവത്തെ ആരാധിക്കണം. മാത്രമല്ല, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. മഹാദൈവമാണ്, അവൻ രക്ഷിതാവാണ്, അവൻ സത്യദൈവമാണ്, നിത്യജീവനാണ്. അതുപോലെ തന്നെ അവൻ സർവത്തിനും മീതെ ദൈവമായിരിക്കുന്ന ദൈവം, എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. റോമർക്കെഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സർവത്തിനും മീതെ, അവനു മീതെ, ദൈവത്തിനു മീതെ പിന്നെ ഒന്നുമില്ല. എല്ലാറ്റിന്റെ മുകളിൽ ആരാണ്? ദൈവമാ. ആ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ടാണ് ഈ സ്വർഗത്തില് ഇടവിടാതെ രാപ്പകൽ വിശ്രമം കൂടാതെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്.
ആരാധനയുടെ മുഴക്കം മാത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിലും ഒരു ആരാധനയെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ പറഞ്ഞു നിർത്തുന്നില്ല. 5-ാമത്തെ അധ്യായത്തിൽ ഒരു ആരാധനയുണ്ട്. അതിന്റെ 9-ാം വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ സ്വർഗത്തില് 4 ജീവികളും 24 മൂപ്പന്മാരും ദൈവത്തിന്റെ മുമ്പേ വീണ് ആരാധിക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്, സാഷ്ടാംഗം വീണ് ആരാധിക്കുന്നു. ആ ആരാധിക്കുമ്പോൾ പറയുന്ന ചില വാചകങ്ങളുണ്ട്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. കാരണം എന്താ? അതിന് കാരണം എന്താ? ആദ്യം പറഞ്ഞു സൃഷ്ടാവായിരിക്കുന്നത് കൊണ്ട് ആരാധന 4-ാമത്തെ അധ്യായത്തിൽ. 5-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾക്കൂടെ അതിലൂടെ ചേർക്കുകയാണ്. ആ ആരാധനയിലൂടെ നമ്മെ ഭാഗവാക്കുകളാക്കുകയാണ്. എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അങ്ങ് യോഗ്യൻ? നീ അറുക്കപ്പെട്ടു. സ്വർഗത്തിലെ ആരാധന വിഷയവും ഇത് തന്നെയാണ്. അങ്ങ് അറുക്കപ്പെട്ടു. അങ്ങയുടെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി. ആരെ? സ്വർഗത്തിലെ ആരാധന നടക്കുന്നത്. ഇത് പറയുന്ന ആരാ പറയുന്നത്? മൂപ്പന്മാരും ജീവികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ അറുക്കപ്പെട്ടിട്ട് നിന്റെ രക്തം കൊണ്ടാണല്ലോ ഈ ഭൂമിയിലുള്ള എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങിയത്. മാത്രമല്ല, നീ അവരെ എന്താക്കി വെച്ചിരിക്കുകയാണ്? രാജ്യമാക്കി വെച്ചിരിക്കുകയാണ്. നാം ദൈവത്തിന്റെ രാജ്യമാണ്. നാം ദൈവരാജ്യത്തിൽ ഭരിക്കപ്പെടേണ്ടവരാണ്. രാജ്യമാക്കി വെച്ചിരിക്കുകയാണ്. പുരോഹിതന്മാരുമാക്കി വെച്ചു. മാത്രമല്ല, വീണ്ടും പറയാൻ, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടും അവർ പാടും. പ്രിയമുള്ളവരെ, സ്വർഗത്തിലും ആരാധിക്കുമ്പോൾ അവിടെയും ഈ മൂപ്പന്മാരും ജീവികളെല്ലാം നമ്മെക്കുറിച്ച് പറഞ്ഞ് ആരാധിക്കുന്നത്. നമുക്ക് ലഭിച്ച ഭാഗ്യപദവികളെ, നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിന്റെ അഗാധത, അതിന്റെ ആ ഭയങ്കരമായ കാര്യം അത് ഓർത്തുകൊണ്ടാണ് സ്വർഗത്തിലെ ജീവികളും മൂപ്പന്മാരും ഒക്കെ ആരാധിക്കുന്നത്. നാം അത്ര ആരാധിക്കുന്നുണ്ട്. അതിന് ഭാഗവാക്കുകളായി തീർന്ന, അതിന് ഭാഗ്യം ലഭിച്ച നാം ദൈവത്തെ എത്രമാത്രം ആരാധിക്കുന്നുണ്ട്. നമ്മുടെ പേര് പറഞ്ഞ് സ്വർഗത്തിൽ നിരന്തരം ആരാധന നടക്കുക. ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുക സ്വർഗത്തില്. അങ്ങനെയാണെങ്കിൽ അതിന് ഭാഗവാക്കുകളായി തീർന്ന, നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ രാജ്യമാക്കി പുരോഹിതന്മാരാക്കി വച്ചു എന്ന് പറഞ്ഞാണ് സ്വർഗത്തിൽ ആരാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നാം എന്തുമാത്രം ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടമപ്പെട്ടിരിക്കുന്നു. 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാർ. ഞാൻ മൂപ്പന്മാർ ജീവികളിൽ നിന്നാണ് ആദ്യം പറഞ്ഞത്. ഏറിയ ദൂതന്മാർ ഇവരുടെ ശബ്ദം കേട്ടു. എന്താ ശബ്ദം? അവരുടെ എണ്ണം 10,000 10,000 ആയിരുന്നു. കോടാനുകോടി എന്ന് നമുക്ക് പറയാം. ഈ ദൂതന്മാരും അതിൽ ഭാഗവാക്കുകളാകുകയാണ്. അവർ അത്യുച്ചത്തിൽ പാടുന്നു എന്നാണ്. അവരും പാടുന്നത് എന്താണ്? ഈ ദൂതന്മാരും പാടുന്ന പാട്ടെന്താ? അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. ഈ ദൂതന്മാരുടെ വിഷയവും കർത്താവ് അറുക്കപ്പെട്ടു എന്നുള്ളതാ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ ആ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എല്ലാറ്റിനും യോഗ്യനാണ്. അവൻ മാത്രമാണ് യോഗ്യൻ. ആരാ ഇത് പറയുന്നത്? 1000 10,000 ദൂതന്മാർ, കോടിക്കണക്കിന് ദൂതന്മാർ മൂപ്പന്മാരോടും ജീവികളോടും ചേർന്നുകൊണ്ട് അത്യുച്ചത്തിൽ അവർ പാടുകയാ. അത്യുച്ചത്തിൽ. നമ്മുടെ ആരാധന എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ്, എന്തുമാത്രം ഹൃദയങ്ങളിൽ നിന്നും ഉയരുന്നതാണ്. ഉപരിവിപ്ലവമല്ല ആരാധന. ചിലർ ആരാധന എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ല ആരാധന. ഹൃദയത്തിൽ നിന്നും ഉയരുന്നതാണ്. സ്വർഗത്തിലെ ആരാധന വിഷയം ഇതാണ്. 5:13 സമയത്തിന് കുറവുണ്ടെങ്കിലും ആ കാര്യങ്ങളൊന്നും പരാമർശിച്ചു പോകാതിരിക്കാൻ തരമില്ല. വെളിപ്പാട് 5:13 പറയും, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഞാൻ കേട്ടു.
ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാമും ദൈവത്തെ നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കണം. 5:14 4 ജീവികളും ഈ സ്തോത്രസ്വരവും നന്ദിയുടെ ഘോഷവും 1000-10,000 ദൂതന്മാർ ഇങ്ങനെ ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് കേട്ടപ്പോൾ 4 ജീവികളും പറയണം ആമേൻ. അങ്ങനെ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. സ്തോത്രം. സ്വർഗത്തിലെ ആരാധനയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ആരാധനയ്ക്കും വിഷയം നമ്മളാണ് അവിടുത്തെയും പ്രധാനപ്പെട്ട വിഷയം. ദൈവത്വം സൃഷ്ടിയെന്ന് പറഞ്ഞ് ആരാധിക്കുന്നുണ്ട്, എന്നാൽ അതിലൊക്കെ ഉപരിയായി നാം ആണ് അവിടുത്തെ വിഷയം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ദൈവത്തെ ആരാധിക്കേണ്ടത്? നമ്മ ദൈവത്തോട് നിരപ്പിച്ചു, അടുപ്പിച്ചു എന്നൊക്കെ പറയുന്നു. എഫേസ്യർ 2:16, 2:13 നമ്മെ സ്നേഹിച്ച് തന്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു. 2:15 പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. വെളിപ്പാട് 1:6 നമ്മെ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. 1 പത്രോസ് 2:9 നാം പുരോഹിത വർഗം, ജാതി മത ഭാഷ വർഗ വ്യത്യാസം കൂടാതെ നമ്മെ വിശുദ്ധ വംശവും പുരോഹിത വർഗവുമാക്കി വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരാധിക്കാനുള്ള യോഗ്യത ഉണ്ട്. ആരാധന സ്വീകരിപ്പാൻ അവൻ യോഗ്യൻ. നമുക്ക് ആരാധിക്കുവാനുള്ള യോഗ്യത എല്ലാം ദൈവം തന്നിരിക്കുകയാണ്. എന്നാലും ആ യോഗ്യതയൊന്നും അറിയാത്തവരെ പോലെ കിട്ടിയിരിക്കുന്ന ഈ വലിയ ബഹുമാനവും നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവികളൊന്നും നമ്മൾ അറിയാത്തവരെ പോലെ അങ്ങ് ജീവിക്കുക. ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ ആരാധനയ്ക്കായിട്ടും അപ്പം നുറുക്കലിനായിട്ടും കൂടി വരുന്നു. പക്ഷേ എന്തുമാത്രം ഹൃദ്യമായിട്ട് ആ സമയത്തെങ്കിലും നമുക്ക് ആരാധിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. അന്ത്യോക്യ സഭ അങ്ങനെയല്ല, ഞായറാഴ്ച തോറും മാത്രമല്ല, അവർ കൂടി വരുമ്പോഴൊക്കെയും ദൈവത്തെ ആരാധിപ്പാൻ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആലയമാണ് നമ്മൾ. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്, അല്ലേ? അങ്ങനെ പറയുന്നുണ്ട്. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് എഴുതുന്നു. അതാണ് അവിടുത്തെ വിഷയം. അപ്പൊ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് സഭ, അല്ലാതെ ഈ കെട്ടിടമല്ല. ഇവിടെ കൂടി വരുന്ന ഭക്തരായ മഹാപുരോഹിതന്മാരായ നാം ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ സഭ. എബ്രായർക്ക് എഴുതിയ 3:6 പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ ഭവനം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കണം. വ്യക്തികൾക്കും കൂടി വരുന്ന വിശ്വാസികളുടെ സമൂഹമായ സഭയും ദൈവത്തെ ആരാധിപ്പാൻ ഏറ്റവും കടപ്പാട്. അതില്ലാതെ, ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ടും ദൈവത്തിന് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മെക്കുറിച്ച് വീണ്ടെടുത്തിരിക്കുന്നതിൻ്റെ അതിനെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലും നമ്മെ വിഷയമാക്കിക്കൊണ്ട് ആരാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊന്നുകൂടെ ഉണരാം. ആരാധനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നാം അവനെ സത്യത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കണം. യോഹന്നാൻ 4:23 സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നാളെയല്ല, ഇപ്പോൾ അതിനുള്ള കാലമാണ്. നമ്മെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന സമയവും അതിനുള്ള. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പറയും അങ്ങയുടെ മുഖം കണ്ടങ്ങ് ആരാധിക്കുമെന്ന്. അത് ശരിയാ, അതിലൊന്നും മാറ്റമില്ല. പക്ഷെ ഇപ്പോൾ ശരിയായി ആരാധിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് എത്രത്തോളം ഹൃദ്യമായിട്ട് അവിടെ ചെന്ന് ആരാധിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മെ സത്യനമസ്കാരികളാണ്. അവർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അടുത്ത് പറയുന്നുണ്ട്, ദൈവം വിശുദ്ധൻ, അതിനാൽ നാം വിശുദ്ധിയിൽ ആരാധിക്കണം. ദൈവം നീതിമാൻ, നാം നീതിയിൽ ആരാധിക്കണം. ആരാധന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മാവിൽ അകമേ നിന്നുള്ള സ്തുതിയും സ്തോത്രവുമാണ് നാം ഈ ആരാധനയിലൂടെ ദൈവത്തിന് അർപ്പിക്കേണ്ടത്. അല്ലാതെ ചാട്ടോ ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. പലരും പറയും നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കും. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് വരുമ്പോൾ നമ്മിലുണ്ടാകുന്ന ആ നന്ദിയുടെ ഭാഗങ്ങൾ, അതൊക്കെ ആരാധനയുടെ കാര്യങ്ങളാണ്. ദൈവത്തെ ആരാധിപ്പാനായിട്ട് നിങ്ങൾക്ക് മനസ്സുണ്ടോ? നാം എത്രത്തോളം കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ ആരാധിച്ചു? വ്യക്തിപരമായി, വ്യക്തിയായി, കുടുംബമായി, സഭയായി കൂടി വരുമ്പോൾ ആരാധനയ്ക്ക് എന്തുമാത്രം നാം പ്രാധാന്യം കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്.
ഒരു നല്ല ഗാനം ഇന്ന് പകൽ എനിക്ക് കേൾപ്പാനായിട്ട് കണ്ടിടയായി. നമ്മുടെ പാട്ടോസ് ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ. വാഴ്ത്തുന്നു ഞാൻ മഹോന്നതനെ, അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ, മഹിമയിൻ പ്രഭുതാൻ, മഹത്വത്തിൻ യോഗ്യൻ, മാനവും പുകഴ്ചയും യേശുവിന്. ഇത് ആരാണ് എഴുതിയെന്നൊന്നും എനിക്കറിഞ്ഞു കേട്ടോ, പാട്ടുസുഖമില്ലാത്തതുകൊണ്ട് ആരാണ് എഴുതിയെന്ന്. പക്ഷെ നല്ല പാട്ടാണ്. ദൈവത്തെ ഈ പാട്ട് പാടിയപ്പോഴെങ്കിലും കൃത്യമായിട്ട് ഹൃദയങ്ങളിൽ നിന്ന് പാടുവാനായിട്ട് കഴിഞ്ഞാൽ അത് ആരാധന തന്നെയാണ്. ആരാധന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. അവിടെ നാം വായിച്ചത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, അവരുടെ നിരന്തരമായി അവരുടെ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സഭാ കുടിവരവുകളിൽ ആരാധന ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അന്ത്യോക്യ സഭയുടെ ഒരു രണ്ടാമത്തെ സവിശേഷതയായിട്ട് ഞാനിവിടെ പറഞ്ഞത് ആരാധിക്കുന്ന സഭ. ആരാധിക്കുന്ന സഭ, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സഭ ആരാധിക്കുന്ന സഭയാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ ദൈവത്തെ ഉണ്മയായി സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ദൈവം സഹായിക്കട്ടെ. മൂന്നാമത്തെ സവിശേഷത. ഒന്നാമത്തത് ദൈവകൃപ പ്രാപിച്ച സഭ. രണ്ടാമത് ദൈവത്തെ ആരാധിക്കുന്ന സഭ. അടുത്തത് 13-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ, while they were worshipping the Lord and fasting. തുടർന്ന് വായിക്കുന്നുണ്ട്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. Then after fasting and praying, they laid their hands on them and sent them off. ഇവിടെ സഭയുടെ, അന്ത്യോക്യ സഭയുടെ ഒരു മൂന്നാമത്തെ പ്രത്യേകത ഉപവാസവും പ്രാർത്ഥനയും. അത് രണ്ടും കൂടെ ചേർത്ത് ഞാനങ്ങ് പറയാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ ഒന്നുകൂടെ നമ്മുടെ ചിന്തകളിലേക്ക് ഇതിനെ കൊണ്ടുവരാം. ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്ന സഭ. ആ ഉപവാസത്തെക്കുറിച്ച് നമ്മളെ ബിനു ജേക്കബ് ഒരു ഞായറാഴ്ച ക്ലാസ് എടുത്ത് എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ബിനു ജേക്കബിനോട് പറയുകയും ചെയ്തു, ഞാനിത് പഠിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. അന്ത്യോക്യ സഭയുടെ ഒരു സ്വഭാവമായിരുന്നു ഉപവസിക്കുക. നന്നായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ട് ഉപവാസത്തെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അല്പമായിട്ട് പറയാതിരിക്കുന്നത് ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. പഴയ നിയമത്തിലും ഉപവാസം ഉണ്ടായിരുന്നു. ആദ്യ ഉപവാസത്തെക്കുറിച്ച് അല്പ കാര്യങ്ങൾ ഞാൻ പറയുന്നു. പഴയ നിയമത്തിലും ഉപവാസം ഉണ്ടായിരുന്നു. അതിനെ പറഞ്ഞിരുന്നത് ആത്മതപനം എന്നാണ്. അഫ്ലിക്റ്റ് എന്നാണെന്ന് തോന്നുന്നു അല്ലേ? ആത്മതപനം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. ഈ ആത്മതപനം എന്ന് പറയുമ്പോൾ അതില് നമ്മൾ പറയുന്ന ഉപവാസം എന്ന് പറയുന്ന ആത്മതപനമാണ്. എന്നാൽ നമ്മളിപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് ശരിക്കും ആത്മതപനം എന്ന് വിശ്വസിക്കുന്നില്ല. അതിൽ വേറെ കലങ്ങൾ ആഹാരം കഴിക്കാതിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയാണ്. ഈ ആത്മതപനത്തിൽ ഉപവാസമുണ്ട്. മാത്രമല്ല പശ്ചാത്താപവും ഏറ്റുപറച്ചിലും ഉണ്ട്. ഇതെല്ലാം പശ്ചാത്താപിക്കണം, ഏറ്റുപറയണം, ഉപവസിക്കണം, എല്ലാം നമ്മെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഉള്ള ഒന്നാണ് ഈ ആത്മതപനം. അതാണ് ശരിയായ ഉപവാസം എന്ന് പറഞ്ഞ ആത്മതപനമാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം മുഴുവനും 1 മുതൽ 34 വരെയുള്ളതും ഈ ആത്മതപനത്തെക്കുറിച്ചും മഹാപാപ പരിഹാര ഉത്സവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് പറയുന്നത്. ഈ മഹാപാപ പരിഹാര ദിവസത്തില് എല്ലാ ജനങ്ങളും ആത്മതപനം ചെയ്യണം. അത് പ്രമാണമാണ്, ന്യായപ്രമാണത്തിലെ വ്യവസ്ഥയാണ്. ഈ മഹാപാപ പരിഹാര ദിവസം അതൊക്കെ എന്താണെന്ന് നമ്മൾക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാനായിട്ട് വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ദിവസത്തിൽ എല്ലാ ജനങ്ങളും, ഇസ്രായേൽ പാളയം ഒന്നാകെ എന്ത് ചെയ്യണം? ആത്മതപനം ചെയ്യണം. ആ ദിവസം അവർ തുടങ്ങുന്ന സന്ധ്യാസമയത്താണ്. സന്ധ്യ മുതൽ മഹാപാപ പരിഹാര ദിവസത്തിന്റെ സന്ധ്യ മുതൽ അടുത്ത ദിവസത്തിന്റെ സന്ധ്യ വരെ. ഇപ്പൊ ഇന്ന് 6 മണിക്കാണെങ്കിൽ ഇന്ന് 6 മണിക്ക് തുടങ്ങി, ഇന്ന് ചൊവ്വാഴ്ച 6 മണിക്ക് തുടങ്ങി, അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 6 മണി വരെ ആരും ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല.
അതൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. അത് അങ്ങനെ തന്നെ അനുശാസിച്ചിരുന്നു. ഇസ്രായേൽ ജനം പല ആവശ്യങ്ങൾക്കായിട്ട് ഉപവസിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പല ഇതും പറഞ്ഞതാണ്. പല സാഹചര്യങ്ങളിൽ അവർ ഉപവസിച്ചിരുന്നു. പ്രയാസകരമായ എന്തെങ്കിലും ചുറ്റുപാടുകളിൽ നിന്ന് വിടുതൽ നേടുന്നതിനു വേണ്ടി പഴയ നിയമ കാലഘട്ടത്തിൽ ഉപവസിച്ചിരുന്നു. അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും വിപത്തുകൾ വരുമ്പോഴും ദേശീയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ഒക്കെ ഈ ഇസ്രായേൽ ജനം, പഴയ നിയമ വിശ്വാസികൾ അല്ലെങ്കിൽ വിശുദ്ധർ അവരൊക്കെ ഉപവസിച്ചിരുന്നു ഇതിനെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ശമൂവേൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അവിടെ ഒരു ഉപവാസമുണ്ട്. ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ അവർ അതിനെ പശ്ചാത്തപിച്ചിട്ട് അവരുടെ ഇടയിലുള്ള വിഗ്രഹങ്ങളെയൊക്കെ നീക്കിക്കളഞ്ഞ ദിവസം അവരെന്താ ചെയ്തത്? അവർ മിസ്പയിൽ അവർ ഒന്നിച്ച് കൂടിയിട്ട് വെള്ളം കോരിയൊഴിച്ചു. അതെന്താണെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞതാണ്. ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് പകരുന്നതിനുള്ള ഒരു പ്രതീകമാണ് വെള്ളം കോരി ഒഴിച്ചു. വെള്ളം കോരിയൊഴിച്ച് ദൈവസന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ വെള്ളം കോരിയൊഴിച്ച് ആ ദിവസം ഉപവസിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഏറ്റുപറച്ചിൽ, പശ്ചാത്തലം, ഏറ്റുപറച്ചിൽ അവിടെ വെച്ച് പറയുകയാണ്. പ്രിയമുള്ളവരെ, ശമൂവേൽ പ്രവാചകൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ജനം അപേക്ഷിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് പാപം, ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. അപ്പോൾ അങ്ങനെ ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വലിയ ഉപവാസം നടന്നിട്ടുണ്ട്. ഉപവാസങ്ങൾ പലതും, രാജാക്കന്മാരൊക്കെ പല ഉപവാസങ്ങൾ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. 1 രാജാക്കന്മാർ 21-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തില് യഹോവയാക്കീം ഉപവാസം പ്രസിദ്ധം ചെയ്തു. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, എന്തിനു വേണ്ടി എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ദാവീദിന്റെ കുഞ്ഞ് അസുഖമായിട്ട് കിടന്നപ്പോൾ ദാവീദ് ഉപവസിച്ചാണ് പശ്ചാത്തപിച്ച് ഉപവസിച്ച് കിടന്നു. എസ്രയുടെ കാലത്ത് ഉപവസിച്ചു, നെഹമ്യാവിന്റെ കാലത്ത് ഉപവസിച്ചു. എന്റെ റെഫറൻസുകളുണ്ട്. എസ്രായുടെ 8-ാം അധ്യായം 21 മുതൽ 23 വരെ, നെഹമ്യാവിന്റെ 9-ാം അധ്യായത്തിലും. എസ്തേറിന്റെ കാലഘട്ടത്തിൽ യഹൂദ ജനം ഉപവസിച്ചു അല്ലെ? എസ്തേർ 4-1 മുതൽ 3 വരെയും 15 മുതൽ 17 വരെയും. അതുപോലെ നിനവയിലെ ജനം മഹാനാശത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നതിന് വേണ്ടി നിനവയിലെ ജനം, അവരെ വിജാതീയരാണ്, അവരുപവസിച്ചു. അവർ ഇസ്രായേൽ ജനതയല്ല, വിജാതീയർ. യോന 3:5 എല്ലാവരും ഉപവസിച്ചു. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പഴയ നിയമത്തിൽ വളരെ വളരെ ഒരു ഭയങ്കരമായ കഠിനമായ ഒരു കാര്യമാണ്. യിരെമ്യാവ് പ്രവചനം 36-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഉപവസിക്കുന്ന ദിനത്തിൽ തിരുവചനങ്ങൾ വായിക്കണം. ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം? വചനം വായിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ അതിനൊരു വേറൊരു അർത്ഥമുണ്ട്. എന്താ? ഉപവാസം കൂടെ വസിക്കുക, ഉപവസിക്കുക, കൂടെ ആയിരിക്കുക. ആരുടെ കൂടെ? ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അനുഭവം. അതാണ് ഉപവാസം. ഉപവസിക്കുക, കൂടെ വസിക്കുക എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ ഇവിടെ പറഞ്ഞതാണ്. യെശയ്യാ പ്രവാചകൻ 58-ാം അധ്യായം 4 മുതൽ 7 വരെ വായിക്കുമ്പോൾ ഉപവാസത്തെ അവിടെ ശാസിക്കുകയാ. നിങ്ങൾ ചെയ്യുന്ന അങ്ങനെയല്ല. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടിയും കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നിൽക്കുന്നു. ഇംഗ്ലീഷിൽ ഫാസ്റ്റിംഗ് തന്നെയാണ് അവിടെ. യു ഫാസ്റ്റ് ഓൺലി ടു കോറൽ ആൻഡ് ടു ഫൈറ്റ് ആൻഡ് ടു ഹിറ്റ് വിത്ത് എ വിക്കറ്റ് ഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടാത്തതിനൊക്കെ നിങ്ങൾ ഉപവസിക്കുന്നു. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപവസിക്കുന്നു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല ഇന്ന് നിങ്ങൾ ഉപവസിക്കുന്നത്, നോമ്പ് നോക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഉയരത്തിൽ കേൾക്കണമെന്ന് നിൽക്കില്ല, ചുമ്മാ കുറെ അട്ടഹാസവും ബഹളവും. അതാണ് ഉപവാസം എന്ന് കർത്താവ് യഹോവയായ ദൈവം പറയുകയാണ്. അടുത്ത് പറയുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ. അടുത്ത് പറയും, തലയെ വേഴത്തെ പോലെ കുനിയിക്കുക. അവരുടെ സ്വഭാവമാണ് വേഴത്തെ പോലെ കുനിയിക്കുക എന്ന് പറഞ്ഞാൽ. വേഴം എന്ന് പറഞ്ഞാൽ റീഡ് അതിനെന്താ പറയുക, ഈറ്റ, ഞാങ്ങണ, അതൊക്കെ ഇങ്ങനെ കുനിഞ്ഞപ്പോഴും നിൽക്കുകയുള്ളൂ. അവരെല്ലാം ഇങ്ങനെ ഉപവസിക്കുമ്പോൾ വളരെ ഭവ്യതയോടുകൂടെ തലയൊക്കെ കുനിച്ച് അങ്ങനെ നിൽക്കുന്നത്. അതാണ് വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക. ഇതാകുന്നുവോ ഉപവാസം? ഇങ്ങനെ പുറമേ കാണിക്കുന്നതാണോ ഉപവാസം? എന്നിട്ട് ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. ഇനി എന്താണ് ഉപവാസം എന്ന് ദൈവം പറഞ്ഞു കൊടുക്കുക.
എന്താണ് ഉപവാസം? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നിന്നെ ബന്ധിച്ചിരിക്കുന്ന പാശങ്ങളെ, നിന്നെ വിടാതെ പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ അഴിച്ചു കളയുക. നുകത്തിന്റെ അടിമക്കയറുകളെ അഴിക്കുക. നീ എന്തിനോടെങ്കിലും ബാധ്യതപ്പെട്ട് അതിനടിമയായിട്ട് നുകത്തിൻ കീഴിലായിരിക്കണമെങ്കിൽ അതിനെ നീ അഴിക്കണം, അതിനെ അഴിക്കണം. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അടുത്ത വീണ്ടും പറയുന്നുണ്ട്, നിർത്തുന്നില്ല കേട്ടാ. ഈ ഉപവാസത്തിൽ ചെയ്യേണ്ട മറ്റു ചില കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ ഉപവാസം. ഇത്രയും ഭയങ്കരമായ കാര്യമാണ് ആ ഉപവാസം. നമ്മൾ വിചാരിക്കുന്നത് ഒന്നും കഴിക്കാതെ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന ഉപവാസം എന്നാ. പഴയ നിയമത്തിലെ ഉപവാസം ഇതൊന്നുമല്ല, വളരെ കഠിനമാ ഉപവാസം. ഉപവാസത്തിൽ നമ്മോട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മെ തന്നെ ചെയ്യണം. ബന്ധനങ്ങളെ അഴിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ വലിച്ച് പൊട്ടിച്ച് കളയണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തണം. മാത്രമല്ല മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യണം. എന്നാൽ അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ഉപവാസം എന്ന് പറയുന്നത്. യോവേൽ പ്രവചനം 2:12 എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ. നിങ്ങൾക്ക് സമയം താമസിച്ചു പോയില്ല. ഇപ്പോഴെങ്കിലും, ഇനിയെങ്കിലും നിങ്ങളൊന്ന് തിരിഞ്ഞു വാ. ആ പറച്ചിൽ ഇന്നും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കിന്ന് ഉപവാസവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട. ഇങ്ങനെയുള്ള ഉപവാസങ്ങൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പുതിയ നിയമ കാലഘട്ടത്തിൽ ഉപവാസം ഉണ്ടോ? പിന്നെ പറഞ്ഞു ഉണ്ട്. പുതിയ നിയമ കാലഘട്ടത്തിൽ ഇതൊരു കൽപ്പനയായിട്ടോ പ്രമാണമായിട്ടോ തന്നിട്ടില്ല, അത് ശരിയാ. എന്നാൽ അതിന് പ്രാധാന്യം ഒട്ടും കുറച്ചിട്ടില്ല കർത്താവ്. യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിച്ചിരുന്നു, ഉപവസിക്കരുതെന്ന് പറഞ്ഞില്ല അല്ലേ? യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിച്ചിരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 2:18. അതുപോലെ തന്നെ ചന്ദ്രരോഗം ബാധിച്ച ചുഴലി അല്ലെ, ചന്ദ്രരോഗം ബാധിച്ച ഒരു മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിലാണത്. ബാധിച്ച ഒരു വ്യക്തിയെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവന് സൗഖ്യം കൊടുത്തു. സൗഖ്യം കൊടുത്തപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കഴിയാത്തതെന്ന് ശിഷ്യന്മാര് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ അവിടെ പറയുന്നു ഉത്തരം, എങ്കിലും പ്രാർത്ഥനയാലും, നിങ്ങളുടെ വിശ്വാസം കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥനയെയും ഉപവാസത്തെയും ദൈവം തറപ്പിച്ച് പറയുകയാണ്. ചില കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകണമെങ്കിൽ, ചില കാര്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് നേടിയെടുക്കണമെങ്കിൽ നമ്മെ തന്നെ ആത്മതപനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദൈവഹിതം ശരിയായി തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ആത്മതപനം, ഉപവാസം ആവശ്യമാണ്. കർത്താവ് യേശു ക്രിസ്തു ഉപവസിച്ചിട്ടുള്ളതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലേ. 1-2 ദിവസമാണോ? 40 രാവും 40 പകലും. മോശ ഉപവസിച്ചിട്ടുണ്ട് പോലെ 40 രാവും 40 പകലും ദൈവത്തിനോട് കൂടെ ഇരുന്നപ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട്, അവൻ ആ ദിവസങ്ങളിൽ 40 ദിവസം രാവും പകലും അവൻ ഭക്ഷണമോ വെള്ളമോ കുടിച്ചില്ല എന്നാണ് അവിടെ പറയുന്നത്. ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ അതിനൊന്നുമല്ല, ഭൗതികതയ്ക്കല്ല പ്രാധാന്യം. അതാണ് അവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആത്മീയതയായിരിക്കണം. ഇനി അപ്പം കർത്താവ് ശിഷ്യന്മാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൽപ്പനയൊന്നും കൊടുത്തു, നിങ്ങൾ ഉപവസിക്കണമെന്ന് പറഞ്ഞ് കൽപ്പിച്ചിട്ടൊന്നുമില്ല. ഉപവസിക്കരുതെന്നും പറഞ്ഞില്ല. ഉപവസിക്കാത്തതെന്നും ചോദിച്ചാൽ മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴന്മാർ ഉപദേശിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദൈവം അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ വായിക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഉപവാസത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഉപവസിക്കുമ്പോൾ, അപ്പൊ ഉപവസിക്കേണ്ടതാണോ? കർത്താവ് തന്നെ പറയുന്ന കാര്യമാണ്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. ചുമ്മാ നിങ്ങൾ ഇങ്ങനെ ഉപവസിക്കുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യഹൂദന്മാരെ പോലെ ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ വാടിയ മുഖമൊന്നും കാണിച്ചതുകൊണ്ട് ഉപവാസമാകില്ല. അവർ ഈ വാടിയ മുഖം കാണിക്കുന്നവര് ദൈവത്തിന് വേണ്ടി ഉപവസിക്കുന്നതല്ല, അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പ്രതിഫലം ഇപ്പൊ തന്നെ കിട്ടിപ്പോയി.
എന്നിട്ട് പറയണം, ഞാൻ സത്യമായിട്ട്, അവിടെയൊക്കെ പറയുന്നു ഉപവാസത്തെ കുറിച്ച്, സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു 6:17 നീയോ ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം? മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല. നമ്മൾ വളരെ വളരെ ഹൃദ്യമായിട്ട് ചുമ്മാ മനുഷ്യരെ കാണിക്കാനല്ല, ദൈവത്തിനും വിളങ്ങണം, ദൈവത്തിന് നമ്മുടെ ഉപവാസം പ്രസാദകരമാകണം. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്? സ്വർഗത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പൊ ഉപവസിക്കുന്നതിന് പ്രതിഫലം ഉണ്ടാ? നമ്മൾ വിചാരിച്ചിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് മാത്രമേ പ്രതിഫലം ഉള്ളൂ എന്നാണ്. ഉപവസിക്കുന്നതിന് ദൈവം പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ഉപവസിച്ചാലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും, അത് പ്രതിഫലമാണ്. മാത്രമല്ല സ്വർഗത്തിലും ദൈവം ഇവൻ എനിക്ക് വേണ്ടി ഉപവസിച്ച് ആത്മതപനം ചെയ്ത വ്യക്തിയാ, അതിന് പ്രതിഫലമുണ്ട്. അപ്പോൾ ഇത് ചെറിയ കാര്യമാണോ ഉപവാസം? ഞാനിവിടെ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു കൂട്ടു സഹോദരന്റെ ഭയങ്കരമായ ഒരു സർജറിക്ക് അല്ലേ, കിഡ്നി മാറ്റിവെക്കുന്ന പ്രക്രിയ. ആ ദിവസം രാവിലെ മുതൽ രാത്രിയോളം ഇവിടെ കൂടി വന്ന് ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നെന്ന പോലെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവം കേട്ടില്ലേ? ആ സർജറി വിജയകരമായി തീർന്നില്ലേ? പ്രാർത്ഥന, ഉപവാസം, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടുകൂടെ ചേർത്താണ് ഉപവാസം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഈ പുതിയ നിയമത്തിൽ ഇങ്ങനെ ഉപവാസത്തെക്കുറിച്ച് വളരെ പ്രാധാന്യമുണ്ട്. അന്ത്യോക്യ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 13:2 നമ്മൾ വായിച്ചു, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ പറഞ്ഞയച്ചു അല്ലേ? പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഉപവാസമുണ്ട്, ആരാധനയുണ്ട്. ഇല്ല, ആരാധനയോടുകൂടെ ചേർന്ന് ഉപവാസമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14:23 ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. വിത്ത് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. ആ കാലഘട്ടങ്ങളിൽ മൂപ്പന്മാരെ ആക്കി വെച്ചത് വളരെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെയാ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രാർത്ഥനയുടെ ഏറ്റവും വളരെ വളരെ എന്താ പറയുക, തീവ്രമായ ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഉപവാസം. പ്രാർത്ഥന എന്നത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഉപവാസത്തെക്കുറിച്ച് ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ, കൂടുതലായിട്ട് നിങ്ങൾ പഠിച്ചോണ്ടാ മതി. പ്രാർത്ഥന അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 2:42 ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന കഴിച്ചും പോന്നു. ആദിമ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് വന്നിരുന്നവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12:5 പത്രോസ് കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആര്? വ്യക്തികളല്ല, അവിടെ സഭ, വ്യക്തികളെല്ലാരും കൂടെ കൂടി ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. വിത്തൗട്ട് സീസിങ് എന്നൊരു തർജ്ജമയുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുടർമാനമായി, ഒരു മുടക്കവും ഇല്ലാതെ, ഏണസ്റ്റ്ലി എന്നൊരു മറ്റൊരു ട്രാൻസ്ലേഷൻ. അതാണ് സഭയുടെ ശ്രദ്ധയേറിയ എന്നുള്ളതിനുള്ള അർത്ഥം. വിത്തൗട്ട് സീസിങ്, ഏണസ്റ്റ്ലി, വളരെ ഹൃദ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസികൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ആവശ്യമാണ്. അതുണ്ടാകണമെങ്കിൽ നമ്മിൽ ആത്മഭാരം വേണം, മനസ്സലിവ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ അതിനുള്ള ഒരു ഭാഗം, അതിനുള്ള ഒരു ആഗ്രഹവും ഒരു ചുവടുവയ്പ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. പത്രോസിനെ വിടുവിച്ചു അല്ലേ? 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് വിടുതൽ പ്രാപിച്ചു നേരെ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പം പത്രോസ് കണ്ടത് അവിടെ പറയുന്നുണ്ട്, അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ ഒരു പ്രത്യേക ബാല്യക്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരാത്? രോധ ഒരു ബാല്യക്കാരത്തിയാ. ഈ രോധ പ്രാർത്ഥനയ്ക്ക് വളരെ ശുഷ്കാന്തിയുള്ളവരൻ. ഇവിടെ എത്ര രോധമാരുണ്ട് അങ്ങനെ. പ്രിയമുള്ളവരെ, അത് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഭാഗവാക്കുകളാകണം. ബാല്യക്കാരത്തി പ്രാർത്ഥന നിരതയായ രോധ. സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം.
ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവൃത്തി 4:24 പത്രോസിനെയും യോഹന്നാനെയും സന്നദ്ധി സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി തർജ്ജനം ചെയ്ത് അടിച്ച് വിട്ടു. അവർക്ക് സംഭവിച്ചു. എന്നിട്ട് പറഞ്ഞു, തർജ്ജനമായിട്ട് കർപ്പിച്ചു, ഇനി നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇനി ഒരിടത്തും സംസാരിക്കരുത്. അവർക്ക് അടികൊണ്ടതും വേദനിച്ചില്ല. പക്ഷെ ഈ തർജ്ജനം അവരെ വളരെ വേദനിപ്പിച്ചു. അയ്യോ, ദൈവത്തിന്റെ നാമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇനി പ്രസംഗിക്കരുതെന്നു. അപ്പോൾ ഈ കാര്യം വന്ന് സഭയോട് അറിയിച്ചപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു, എന്താ? നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടി പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഈ പ്രതിസന്ധിയിൽ അവർ പിന്നോട്ട് പോകാതെ സുവിശേഷത്തിന്റെ ശക്തി വർദ്ധിക്കുന്നതിന് വേണ്ടി ധൈര്യത്തോടുകൂടെ വചനം പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടോ? കേട്ടു. അടുത്ത വാക്യം വായിച്ചാൽ അറിയാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അടുത്ത് പറയും, ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കഷ്ടത നീങ്ങിപ്പോകാനല്ല അവർ പ്രാർത്ഥിച്ചത്, പ്രതികൂലം നീങ്ങിപ്പോകാനും അവർ പ്രാർത്ഥിച്ചില്ല. എനിക്ക് കഷ്ടതയുടെ നടുവിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോഴും ദൈവത്തെ പ്രസ്താവിക്കണം, സുവിശേഷം അറിയിക്കണം. അവർ ആ കഷ്ടതയുടെ നടുവിൽ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിച്ചു. എതിർപ്പൊന്നും ഇല്ലാതായി പോയില്ല കേട്ടോ. ധൈര്യം ലഭിച്ചു. പൗലൂസ് തന്റെ സമയം കഴിഞ്ഞു, എന്നാൽ അല്പം കൂടെ എടുത്ത് ഈ ഭാഗം ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. പൗലൂസ് തന്റെ ലേഖനങ്ങളിലൂടെ സഭകൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനം നൽകുന്നുണ്ട്. എഫേസ്യർക്ക് ലേഖനം 6:18 മുതൽ 20 വരെ എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ, സകല പ്രാർത്ഥനയാലും വിത്ത് ആൾ പ്രേയേഴ്സ് എന്നിട്ട് പറയുന്നത്, യാചനയാലും സപ്ലിക്കേഷൻ, ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. 6:19 താൻ പറയുന്നുണ്ട്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്നു. സുവിശേഷത്തിന്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ദ ഗോസ്പൽ, പ്രാഗൽഭ്യത്തോടെ അറിയിക്കേണ്ടതിന് ബോഡ്ലി എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കുന്നതിനും അതിൽ പ്രാഗൽഭ്യത്തോടുകൂടെ സംസാരിക്കുന്നതിന് വേണ്ടി. പൗലൂസിന്റെ ആഗ്രഹം, എനിക്ക് കുറെ അത് കിട്ടണം, ഇത് കിട്ടണം, എനിക്ക് അതാകണം, ഇതാകണം, അതല്ല. പൗലൂസിന്റെ ആഗ്രഹം എത്ര നല്ല ആഗ്രഹമാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. എന്തിനൊക്കെയുള്ള സുവിശേഷത്തിന്റെ മർമ്മം അത് പ്രാഗൽഭ്യത്തോടുകൂടെ എനിക്ക് അറിയിക്കണം. എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കണം. ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടുകൂടെ സംസാരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിപ്പേൻ. പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ ലേഖനങ്ങളിലൂടെ നിങ്ങളുണ്ട്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഇതിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തിൽ സമർപ്പിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽക്കാക്കും. പ്രാർത്ഥനയുടെ ഫലം എന്തുമാത്രമാണ്! വിശ്വാസികളുടെയും സഭകളുടെയും ആത്മീക വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ് പ്രാർത്ഥന. ആരാധന പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥന, ഉപവാസം. ജോർജ്, നമ്മളെ പ്രസംഗികളുടെ പ്രഭു സർ സ്പർജൻ ആണെന്ന് തോന്നുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിച്ചതാ. പ്രാർത്ഥനയില്ലാത്ത സഭ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വ്യക്തിയല്ല, പ്രാർത്ഥനയില്ലാത്ത സഭ ശവപ്പെട്ടിയിൽ ഒരുക്കി കിടത്തിയിരിക്കുന്ന മൃതശരീരത്തിന് തുല്യം. ഇതിലപ്പുറം ഒരു ഉപമ പറയാൻ പറ്റുമോ? പ്രാർത്ഥനയില്ലാത്ത സഭ ശവപ്പെട്ടിയിൽ ഒരുക്കി കിടത്തിയിരിക്കുന്ന മൃതശരീരത്തിന് തുല്യം. കുറച്ച് കഴിഞ്ഞാൽ അവിടെ പോകും അത്. സോജി ഒരുക്കി നല്ല ചന്തമായിട്ട് പൂക്ക വെച്ച് കിടത്തിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ അവിടെ പോകും, സെമിത്തേരിയിൽ, കുഴിയിൽ പോകും. പ്രാർത്ഥനയില്ലാതെ പോയാൽ കുഴിച്ചു മൂടാൻ അധികം സമയം വേണ്ടി വരില്ല. പ്രിയമുള്ളവരെ, പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഉപവാസം ആവശ്യമാണ്. ആരാധന ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാം. ആരാധന, ഉപവാസം, പ്രാർത്ഥന. ഇനി ഏതാണ്ട് എത്ര കാര്യങ്ങളായിപ്പം? ദൈവകൃപ പ്രാപിച്ച സഭ, രണ്ടാമത് പറഞ്ഞത് ആരാധിക്കുന്ന സഭ, മൂന്നാമത് പ്രാർത്ഥനയും ഉപവാസവും. 3 കാര്യങ്ങളായി. ഇനി എത്ര കാര്യങ്ങളുണ്ടപ്പം? 4 വിഷയങ്ങളിലൂടെയാണുള്ളത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ, അവസരം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കാം.
പ്രാർത്ഥനയിൽ നമുക്ക് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പിനെന്ന് പറയും.